ഇവരെല്ലാം പുറത്തു പോയേക്കുമായിരുന്നു, എലിയല്ല. ഞാൻ ഇവളുടെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവക്ക് ഈ ഗെയിമിനോട് ഈ കമ്പ്യൂട്ടറിനോട് എന്തോ ഒരു ശത്രുതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇതിന്റെ മോണിറ്റർ ഇരിക്കുന്നത്. ഇതിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എനിക്ക് ഇന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിയേർഡ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് കാണുന്നത്. 5M എടുത്ത് നമ്മൾ എസ്കേപ്പ് ഞെക്കിയ എക്സ്ചാറ്റിൽ ടൈപ്പ് ചെയ്യുന്നതും നോർമലി എസ്കേപ്പ് ഞെക്കുമ്പോൾ വന്ന സാധനവും അതേപോലെ തന്നെ മാപ്പോട് ഒരുമിച്ച് വരും. 3 ഇതിലെന്തോ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സൈഡിൽ മൗസ് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവള് വരണം, അവള് വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. എലി വന്നാൽ അത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. ലോകത്ത് പറ്റുമെന്ന്. എടാ, ഒരു ബട്ടണിൽ തന്നെ 3 സെറ്റിങ്സ് ഇടാൻ പറ്റൂടാ. പറ്റൂല. ഇതെങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തെന്ന് ഇനി ഇത് ഗവേഷകർ കണ്ടുപിടിക്കണം. ഇത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന്. ശശി 786 ഒരു 5 താറാവിന്റേതും കൊട്ടയെന്നും. എന്ത് താറാവിന്റെ കൊട്ട വേണോ നിനക്ക്? നിനക്ക് മനുഷ്യന്റെ നോർമലായിട്ട് കളിച്ചിട്ടില്ല നിനക്ക്? വല്ല ആലപ്പുഴ സൈഡിലൊക്കെ പോയാൽ കിട്ടുമായിരിക്കും. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ നിരന്ന് കുറെ താറാവുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. നിനക്ക് താറാവിന്റെ കൊട്ടയായിട്ട് വേണമെങ്കിൽ സാധാരണ ഇപ്പൊ ഞാൻ പറഞ്ഞ ആൺചെറുക്കനാ പറഞ്ഞു, എനിക്ക് സാമാനത്തിലോട് തന്നെ ചേർന്നത് കിളിച്ചു വന്നിട്ടുണ്ട്. നിനക്ക് അത് ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്ക്, ചിലപ്പം മാറി. ചെറിയ പ്രായമുള്ളെങ്കിൽ ഇപ്പൊ അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ചെറിയ 2 ബോൾസ് അവിടെ വളർത്താം നമുക്ക്. ആഷ് ബ്രൂട്ടൽ PC റിവീൽ വീഡിയോ. നമ്മുടെ ആഷ് ബ്രൂട്ടലിന്റെ പുതിയ PC-യുടെ ലോഞ്ചാണ്. പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവന് ഒരു ഐഡിയ ഇല്ല ഇത് അവന്റെ PC ആണെന്ന്. കാരണം നമ്മൾ അവൻ പറഞ്ഞേക്കണം ഇത് ഡീമൺ എടുക്കാൻ പോകുന്ന PC എന്നാ. അവനിലേക്ക് ഒരു സർപ്രൈസ് പോലെ പ്ലാൻ ചെയ്യാം, മനസ്സിലായോ? അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ ലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല നമസ്കാരം. ആരുടെ അറിയാവോ? ആരുടെ PC നിങ്ങൾ അറിയാവോ? പിന്നെന്തിനാ ഈ അർദ്ധരാത്രിക്ക് ഇവിടെ വന്ന് കയറിയത്? ഞങ്ങൾക്കൊരു നാടകം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം. അപ്പം ആഷ് ഇതിപ്പോ അവിടെ മറ്റേ കാർ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയിക്കോ. ആഷിന് ഒരു പിടുത്തമില്ല, എന്താവും നിന്റെ അവന് ഒരു ഐഡിയ ഇല്ല ഇത് അവന്റെ PC ആണെന്ന്. ഞാനൊരു പൊട്ടൻ. പൊട്ടൻ കളിക്കുമായിരുന്നു. എനിക്കൊരു മാസം മുമ്പേ അറിയുന്നത്. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് ഇമ്മാനുവലെ ജീവിതം തുടങ്ങുന്നത്. ജീവിതം അങ്ങനെയാണ്. എല്ലാ വെളിച്ചവും കെട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കത്തുന്നൊരു മെഴുകുതിരി എവിടെയെങ്കിലും അത് കണ്ടെത്തേണ്ട കാര്യമോ? പാവള കിട്ടിയപ്പോ തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്തടാ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നെ 2 വട്ടം വീഡിയോ കോൾ ചെയ്തിരുന്നത്. അവൻ സത്യം പറയാല കഴിച്ച് ഇന്നേ വരെ ആഷ് അവന്റെ FPS-ന്റെ മുകളിൽ അവൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ചത്തത് FPS ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവന്റെ സ്ട്രീമിന്റെ അവന്റെ ബാക്കിയുള്ളതിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ലൈവ് കാണുന്ന ഒരു പുള്ളി നേരിട്ട് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് അവനെ ഇത്ര സ്ട്രഗിൾ ചെയ്ത് അവൻ കളിക്കണത്, അതുകൊണ്ട് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവനത് ചെയ്തു കൊടുത്തത്. പറയാതിരിക്കാൻ വയ്യ. സത്യമായിട്ടും ബ്രോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവൻ അങ്ങനെ ഒരു പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല? ആഷ് അങ്ങനെ അവൻ അങ്ങനെ ഒരു പരാതി ഇതുവരെ എന്നോടും വന്ന് പറഞ്ഞിട്ടില്ല ചേട്ടാ. സത്യമായിട്ട് PCയുടെ സാധനം വേണോന്നോ അല്ലെങ്കിൽ അത് വേണോ ഇത് വേണോന്നോ ഒന്നും. കുറെ പേര് TV-ക്കകത്തുനിന്ന് TV ഒന്ന് ഇറങ്ങിയ സമയത്ത്, ഞാൻ സത്യം പറയാലോ, TV-ക്കകത്തുനിന്ന് ഇറങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന പിള്ളേർ എൻ്റെ അടുത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് പേര് ലൈവ് ഇടുന്ന ആൾക്കാരെ പറ്റിയല്ലാതെ ലൈവ് ഇടാത്ത ഇതിനകത്ത് നിന്ന് കുറച്ച് പേര് ഇതുവരെ എൻ്റെ അടുത്ത് ഈ പറയണതുപോലെ അനാവശ്യ കാര്യത്തിന് ഒരു എമൗണ്ട് പോലും അവന്മാർ ചോദിച്ചു മേടിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. പറയാതിരിക്കാൻ വയ്യ. സത്യമായിട്ട് ഞാൻ പറയാം, അങ്ങനെയൊക്കെ പുറത്തുനിന്ന് കേൾക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം വരണേ. ആൻഡ് അവൻ എനിക്ക് ഉറപ്പാ ഈ കിട്ടിയ PC-യിലെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ അവനെ അടുത്ത വാറുകളിൽ അവന് കാണാൻ പറ്റും ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ അവനെ PC-യോട് അഡാപ്റ്റീവ് ആവാൻ ഒരു പെർട്ടിക്കുലർ ടൈം വേണം, അത്രേ ഉള്ളൂ. PC കോസ്റ്റ് അറൗണ്ട് ഒരു 3 ലക്ഷം രൂപ അടുപ്പിച്ചായി ബ്രോ. 280 അല്ലടാ, 280 എന്തോ അല്ലടാ, 285 എന്നുണ്ട്. 3 ലക്ഷം രൂപ അടുത്തുണ്ട് എല്ലാം കൂടെ. ഇനി ഒരു 2 PC കൂടെ ഉണ്ട്. ഒരു 2 ആഴ്ചക്കകത്ത് നമ്മൾ ബാക്കിയുള്ള
കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതാരാ? സരക്കായിരുന്നു. ഞാൻ ഇത് ഇങ്ങനെ കണ്ടപ്പോ നോക്കി സരക്കോട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു. ക്യാം സൈസ് കുറയ്ക്കുക. ക്യാം സൈസ് കൂടുതലാണോ ഗൈസ്? ഓ, അപ്പോ വലുതായിട്ടിരിക്കുവല്ലോ. നിങ്ങൾ പറയണ്ടായിരുന്നു. അപ്പൊ ഇത് നാളെ കണ്ടന്റിലൊക്കെ ആന വലുപ്പത്തിലിരിക്കും. എനിക്കാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞ കേസ് ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കമന്റ് നോക്കി ഇങ്ങനെ ചിരിക്കുക. ഞാൻ അതൊക്കെ കണ്ട ഫുഡ് കഴിക്കണേ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ നോക്കുമ്പോ ഞാൻ എന്റെ ജോലിയായിട്ട് ഇത് ചെയ്യുന്നു, എനിക്ക് ഇതിനൊരു എമൗണ്ട് കിട്ടുന്നു. ഞാൻ എന്റെ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോ നമ്മൾ പറഞ്ഞിട്ട് പോയ കാര്യത്തിന് വേണ്ടി ഏതൊക്കെയോ അച്ചിപ്പട്ടികൾ അടികൂടുന്നു. ഞാൻ നിങ്ങൾ നമ്മുടെ ഓഡിയൻസിനോട് പറയുവാണേ, ഇവനൊന്ന് റിപ്ലൈ കൊടുക്കാൻ പോലും പോയി നിങ്ങളുടെ വിലയേറിയ ടൈം കളയല്ലേ ഗൈസ്. നിങ്ങളുടെ വിലയേറിയ ടൈം കളയല്ലേ. വെറും മണ്ടത്തരോ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവന്മാര് കമന്റ് ഇടുന്നതിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ പോണെന്ന് നിങ്ങൾ മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. സമയനഷ്ടം. അത് സമയനഷ്ടമാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോ ടിവിക്ക് വേണ്ടി നമ്മുടെ ചാറ്റ് cheer ചെയ്തോ, കഴിഞ്ഞു പൊക്കോ. എന്തായാലും കാണാം. 2 ദിവസം കണ്ട് സന്തോഷിച്ചിരിക്കും. 2 ദിവസം നിറയ്ക്കാനുള്ള സാധനം ഉണ്ടോ? അതെ 2 ദിവസം നിറയ്ക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അത് തിരിച്ചു പറയാം. ഒരാഴ്ചത്തേക്കുള്ളതായി. ഒരാഴ്ചത്തേക്കുള്ളതുണ്ട്. ആറാടാനുണ്ട്. രണ്ടിനോട് പറയട്ടെ യോഗി. രണ്ടോട് പറയട്ടെ. ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞാ മതി. ആണല്ലേ? ഞാൻ കാറിനൊക്കെ വിളിക്കാം ജോക്കി. വരണേ, ഡെലിവറിക്ക് വരണം. സായി കാറിൽ കയറി. സായി കാറിൽ കയറി. വിളിച്ച പുള്ളി കാറിനകത്ത് അറിയോ? തലേ വിട്ടു അതുപോലെ. Welcoming back Itachi to TVA as TVA Itachi, Ryan to TVA as TVA Ryan itself. What is bribe? TVA is bribe. Always bribe. Ain't it funny you get ominous when I'm in this? Ain't it funny that the prophet is the prophet? Ain't it funny who just call me? അവനൂടെ വന്നാ പിന്നെ പ്രൈം അല്ലേ, വേറെന്താ? ബ്ലാക്ക് മാഫിയൻ അവസ്ഥയെടുത്ത് ചന്ദ്രനെ ഡ്രാഗ് ആക്കി വാണങ്ങൾ. ഞാൻ വരുന്നുണ്ട്, വരാം. ഒരുങ്ങിയിരുന്നോ?
ഞാൻ നോക്കിയപ്പോ ഞാൻ എന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും വന്നോന്ന് അറിയത്തില്ല. ഡ്രീമർ ലൈവ് ഓൺ കിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 70 മെയിൽ. അല്ലല്ല, ഒരു 70 മെയിൽ വന്നെനിക്ക്. 70 തൊട്ടൊക്കെ കിക്ക് നോട്ടിഫിക്കേഷൻ അയക്കുമെന്നാണ് എന്റെ സംശയം. എത്ര വട്ടം വന്നറിയോ അവൻ? ഒരു കുറെ ലോഡ് മെസ്സേജ്, കുറെ നോട്ടിഫിക്കേഷൻ. വണ്ടി എനിക്ക് 82 എണ്ണം വന്നു. എന്തൊരു കള്ളനാടാ. എനിക്ക് ആകെ 10 ഞാൻ ഒരു ലൈവിൽ ഒരു ഇതിന് ഒരു 70 എന്ന് പറഞ്ഞപ്പോ നിനക്ക് 82 എണ്ണം വന്നത്. കള്ളൻ കള്ളൻ. ആര് വെച്ചത്? ദാവൂദ് ഇബ്രാഹിമാ? ഇത് നോക്കാം ഈ ലൈവ്. ഇത് ഇവളെ സ്വന്തം ടേബിളിന്റെ ഫ്രണ്ടില് ഇതൊക്കെ കണ്ടാണ് ഇവള് എങ്ങനെ ഒരു മനുഷ്യൻ ലൈവ് ഇടാൻ പറ്റും? ഇതൊക്കെ കണ്ട് എങ്ങനെ ലൈവ് ഇടാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കണത്. എനിക്ക് തോന്നുന്നു ഇവക്ക് ഈ അബ്യൂസ് കളിയാക്കലാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സാധനം ഇവള് ഇതെടുത്തിരിക്കണം. മനസ്സിലായോ? ഇഷ്ടമാണ്. ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക വീട്ടില്. എന്തോ എഴുതിയേക്കുന്നേടാ അടിയില്? ഇതിനകത്ത് എഴുതിയേക്കുന്നത് സ്വാമി ബ്രൈറ്റാനന്ദ തിരുവടികൾ. അത് ഞാൻ പക്ഷെ ഭയങ്കര വിഷനുള്ള കുട്ടിയാണ്. അല്ലല്ല, ഭയങ്കര വിഷനുള്ള കുട്ടിയാണ്. ഞാൻ കാര്യം കാണിച്ചല്ലോ ജോക്കി. ഇത് അവളുടെ ഇതിനകത്ത് ക്യാമറക്കകത്ത് പിടിക്കുന്നില്ലല്ലോ. ഇതുണ്ടോ ജോക്കി? ഇതുണ്ടോ? അതായത് ഈ വർഷം അടുത്ത വർഷം ആകുമ്പോഴത്തേക്കിന് അവളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു മിനി കൂപ്പർ ഒരു കാർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ബാലൻസ് അതാ പറഞ്ഞേ നമുക്ക് വേണ്ടുന്ന അക്കൗണ്ട് ബാലൻസ് 73,67,32,482. ഇത് അവളുടെ ബാങ്ക് ബാലൻസ് ആണ് അടുത്ത വർഷത്തെ. പിന്നെ കാറ് വേറൊരു കാര്യം കാണിച്ചു തരാട്ടാ. ഇവളുടെ മറ്റേ ഫുഡ് ചാനല് 1 മില്യൺ അടിക്കുമെന്നാണ് അവള് പറഞ്ഞിരിക്കണത്. എല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ നമ്മള് കാണിക്കുന്ന ചെറ്റത്തിലാടാ. അവളുടെ ഗ്രൂമിൽ കയറിയിട്ട് അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കാണിക്കാന്ന് പറഞ്ഞ അത് ഭയങ്കര മോശം. എന്തായാലും ഇത് കമന്റ് വരും. വലിയ ബ്രൈറ്റ് ഫോക്സ് 1 മില്യൺ. പിന്നെ ബ്രൈറ്റ് ഫോക്സ് വൈബ്സ് 1 മില്യൺ. 1 മില്യൺ ചാനലാണ് ഈ വർഷമുള്ള ടാർഗറ്റ്. എടാ നിന്റെ നിക്കർ ഇവിടെ കിടപ്പിലായിരുന്നോ? പിന്നെ എന്റെ ഷെഡ് കഴിയിട്ടായിരുന്നു. നിക്കറാണത്. അത് ബോബ് എടുത്തോണ്ട് പോയ കേട്ടോ. എന്തൊരു കഷ്ടം. അതിന്റെ കൂടെ പുള്ളിയെ കൂടെ സൈഡിൽ ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ കാശുണ്ടായാലും പുള്ളിയെ കളയിലൊന്നും കാണിക്കാൻ വേണ്ടി സൈഡിൽ ഒരു ചെറിയ ഫോട്ടോ. പക്ഷെ ഇത് നമ്മൾ ചെയ്യണ മോശമാണ് കേട്ടോ സൈഡാക്സെ. ഞാനാണോ എന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അടിച്ചു തരാനല്ലോ. അവളത് അറിഞ്ഞിട്ടില്ല, അറിയുമ്പോഴാണ് അറിയുന്നേരം. ചന്ദ്ര, നിനക്ക് കല്യാണം വേണ്ടല്ലോ. അവൻ ബോസ് അല്ലേ, അവൻ പോയി അവിടെ ഇരിക്കാൻ പോവാ. നമുക്ക് കടൽക്കാറ്റ് കൊണ്ടിരിക്കട്ടെ പട്ടി. എന്താ കേട്ടില്ല? എടാ ഞാൻ ലൈവില്ല. കേട്ടില്ല? അത് ഓൾറെഡി കണ്ട്, അതൊക്കെ കണ്ട്. അതെ നീയാണ് ഡിലേ. ഓക്കെടാ. എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവൻ എവിടോ അവന്റെ ലൈവിൽ ഇപ്പോഴും ഞാൻ MRC തീർത്ത് വിളിക്കുന്ന സ്ഥലമായതേ ഉള്ളു കേട്ടാ. ഇവിടോട്ട് എത്തിയിട്ടില്ല ആള്. ഇപ്പൊ റേഞ്ചിന്റെ പ്രശ്നമാണ്. Which top 4 looks stronger for IPL? Which top 4 looks stronger for IPL 2016?
CSK ലൈനപ്പ് എന്തുവാടാ? സഞ്ജു, ഞാൻ ബ്രേവിസ്, വേറെ എന്തെങ്കിലും വരാനുണ്ടാവുന്നു. എന്റെ ഫേവറേറ്റ് ടീം ഓൾറെഡി എല്ലാവർക്കും അറിയാലോ, CSK തന്നെയാണ്. എന്താ മുംബൈ? അതിന് നീ ശൃംഗരിക്കണ എന്തിനാന്ന് നോർമലി പറഞ്ഞ മുംബൈ ആണ് കിടില എന്ന് പറഞ്ഞത്. നീ എങ്ങനെ പറയാൻ അറിയാം? മുംബൈയാ കിടില, മുംബൈയാ കിടില, ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന മുംബൈ ഫാൻസിന് തന്നെ നിന്നെ തുപ്പിത്തരും. മുംബൈ സൂപ്പർ. ഇങ്ങനെ പറയണം, അല്ലാതെ തോന്നിരിക്കുന്ന തോന്നിനെ പോലല്ലോ പറയണത്. A king never wavers. A king never bends. A king never relies on others. A king never gives up. Oh baby, you know what I want. I got the trigger on the. ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ട് ഇടുന്നത്? കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ആരാണ് ചെയ്തിടുന്നത്? കൊള്ളാം കേട്ടോ, കൊള്ളാം. ക്യാഷ് വിഷയല്ലേ? സെൽഫിയറാ എടാ. ഞാൻ വേറൊരു കാര്യം നമ്മൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, എന്നാലും ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് എന്റെ ഒരു PR വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. പക്ഷെ അത് ചെയ്യുന്ന അച്ചിപ്പട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പേജൊക്കെ ഡിലീറ്റ് ചെയ്ത് ഓടി. അയ്യോ ആകെ കിടന്ന് എന്തായാലും എനിക്ക് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ജീവിതത്തിൽ. എനിക്ക് കണ്ടന്റ് ഇടുന്നത്, സത്യം പറഞ്ഞ ഈ കണ്ടന്റ് ഇടുന്ന പിള്ളേരടുത്തൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ടന്റ് ഇടുന്ന പിള്ളേരടുത്തൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവർക്കാർക്കും അങ്ങനെ ഞാൻ എന്റെ വീഡിയോസ് ഇടണമെന്നോ പോസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനൊന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാറില്ല. ഇന്ന കണ്ടന്റ് എടുക്കണമെന്നും ഒന്നും ഞാൻ ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ഇവർക്കൊക്കെ ഇതിൽ നിന്നൊരു എന്തെങ്കിലുമൊക്കെ രീതിയിലത്തെ ഇൻകം എനിക്ക് തോന്നുന്നില്ല എനിക്ക്. കാരണം നമ്മൾ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ ആരുടെ നമ്മൾ പറയാറില്ല, മനസ്സിലായോ? പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യലെന്നേ പറയാറുള്ളൂ. പക്ഷെ ഇവർക്കൊക്കെ ഇൻകം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇൻകത്തിന് വേണ്ടിയിട്ട് അല്ലാതെ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. TVയോടുള്ള ഇഷ്ടം കൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് തന്നിട്ടുണ്ട്. നിനക്ക് ഞാൻ പൈസ തന്നിട്ടുള്ളത് നീ എടുത്ത് കാണിക്കും. ഈഗിൾ ഗെയിമിംഗ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്, എടാ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ചാരിറ്റി ചെയ്യുന്നുണ്ട്, കയ്യിലേ ആകാശം, ആ പാട്ടൊക്കെ ഇട്ട് വൈകുന്നേരം നീ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഒരുത്തൻ്റെ അടുത്തും വന്നിട്ടില്ല, മനസ്സിലായ? ഞാൻ ഒരുത്തൻ്റെ അടുത്തും പോയിട്ടില്ല. ഞാൻ ആകെ പൈസ കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഷൗട്ടക്സിനെയും സിനിമോനെയൊക്കെ കൊണ്ട് സിനിമാറ്റിക്സ് ആണ്, അല്ലാതെ ഇൻസ്റ്റഗ്രാമില് റീൽസിൽ PR ഞാൻ ചെയ്യത്തില്ല. അപ്പുകടനാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, അത് ഞാൻ റെഡിയാണ്. പക്ഷെ അതല്ലോടാ, അതിനെ പറ്റിയല്ല ഞാൻ പറയാം. ഈ ചന്ദ്രൻ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. അവനെന്തെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാലേ അവൻ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പുറത്തു വരും. അവനെ ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ട് കൊടുത്താൽ മതി. അതായത് ഈ ഒളിച്ച് ഇരിക്കുന്ന ഒരു ടീമല്ല. ഓക്കെ, നമ്മളെ തിരക്കൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകും. ഐ ഹാവ് എ പ്രീവിയസ് എക്സ്പീരിയൻസ്. പിന്നെ ഹീസ് എ ബെറ്റർ ഇൻ ഡിസ്ഗൈസ്. എടാ ഇവരെങ്ങനെയാണെന്ന് അറിയാവോ? ചന്ദ്രൻ വന്നിട്ട് വരച്ചന്ദ്ര സാറിനെ പറ്റി നല്ലത് പറയും, വരച്ചന്ദ്ര സാർ വന്നിട്ട് ചന്ദ്രനെ പറ്റി നല്ലത് പറയും. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക്, ഇതൊരു മ്യൂച്വലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്ന ഒരു അത് സാധനം. നമ്മൾ ആലോചിക്കണം. നമ്മുടെ PDO ഓഫീസറിന്റെ ഫ്രണ്ടിൽ വന്ന് അമ്മര് സംസാരിച്ചിട്ട് പോകും. അവനൊക്കെ എന്ത് രസമായി മുണ്ടച്ചോനെ കാണാൻ. വീട്ടിലെ ക്യാരക്ടർ ഒരു രക്ഷയില്ല, പൊളി സാധനം. പ്രോമിസ് വൺസ് വാസ് മെയ്ഡ്, ദാറ്റ് പ്രോമിസ് വിൽ ബി കെപ്റ്റ്. ശ്രദ്ധിക്കണേ. അതെന്താ എടാ ക്യാമറ നോക്കി എനിക്കൊരു ഉമ്മ തരുമോ? ഹാരിസന്റെ ഉമ്മ. ഒരു രാജകുമാരൻ പാതിരാത്രി ഇരുട്ടിൽ തന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടു. അന്ന് ശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ കപ്പലിൽ ഒറ്റയ്ക്ക് ആരെയും ഭയക്കാതെ തിളങ്ങുന്ന സമുദ്രം കടന്ന് അങ്ങനെ പോയി. സമുദ്രം എന്താ അങ്ങനെ തിളങ്ങിയത്? കാരണം ഇത് KGF തന്നെ ഇതാണോടാ? അത് KGF ഇതാണോ? അത്
ആണോ? പക്ഷെ ഇതായിരുന്നു ഫീമെയിൽ വോക്കൽ സൗണ്ട്. ഇതിനടിയിൽ നിറയെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ തിളങ്ങിയത്. അമ്മ, അമ്മയ്ക്ക് സ്വർണം എന്ന് പറഞ്ഞ ഇഷ്ടാണോ അമ്മ? സ്വർണം ഏത് പെണ്ണിനാ ഇഷ്ടമല്ലാത്ത കുട്ടാ? അമ്മ, ഈ കണ്ടതിനൊക്കെ അടി ഉണ്ടാക്കാനും തല്ലുവിടാനും പോകുന്ന സമയത്ത് ഇതുപോലെ എന്തൊക്കെ ചെയ്ത് പേരൻസിനെയൊക്കെ സന്തോഷിപ്പിക്കടാ. 100 പുണ്യം കിട്ടും നിനക്കൊക്കെ ബ്രോ. കിടിലം ഒന്നും പറയാനില്ല, കിടിലം, അടിപൊളി. ഇവനെന്തോ കയ്യില് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ പ്രിന്ററിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആയിരുന്നു. ഇപ്പൊ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുള്ള പുതിയ വീഡിയോ ആണ്. Daddy's home. ബ്രോ അടിപൊളി, കിട്ടില്ല, ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങളെ ഇനി എല്ലാ വട്ടവും ഇങ്ങനെ പൊക്കി പറഞ്ഞു ലാസ്റ്റ് എനിക്ക് എന്റെ മടുപ്പാവും. ഞാൻ എന്ത് പറയാനാണ് ഇതിൽ കൂടുതല്.